കാണിക്കാൻ പോവാണ്. അങ്ങനെ ഗൈസ് 5 മിനിറ്റ്സ് അപ്പം ഇനി ക്ലിപ്പിടാൻ പോകുന്നവർ ഇപ്പോൾ ഇട്ടുകൊണ്ടിരിക്കുന്നവരുടെ എല്ലാ ഡൗട്ട്സും ക്ലിയർ ആയിട്ടാണ് ഈ വീഡിയോ ഞാൻ ഇട്ടത്. ഇതിട്ടിട്ട് എത്ര പൈസ ചിലവായി, റിട്ടേൺ പറഞ്ഞ എത്രയായി, ടോട്ടൽ എന്തൊക്കെ ചെയ്തു, എങ്ങനെയാണ് പോയത്, ഒക്കെ ഇതിൽ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അത് മുഴുവൻ കാര്യം തരും. നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണണം, എന്നാലും നിങ്ങൾക്ക് അതിനെ പറ്റിയുള്ള കൂടുതൽ ഡീറ്റെയിൽസ് മനസ്സിലാവും. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഇന്നത്തെ എൻ്റെ വീഡിയോ വന്നിട്ട് നിങ്ങൾക്ക് തമിഴിലും ക്യാപ്ഷനൊക്കെ തന്നെ മനസ്സിലായിട്ടുണ്ടാകും. ഇന്നെൻ്റെ പല്ലിൻ്റെ പ്ലേസസ് റിമൂവ് ചെയ്യാൻ പോവാണ്. അപ്പം ഞാൻ ഭയങ്കര ഹാപ്പി ആയിട്ടുള്ളത്. ഇതിപ്പോൾ ഏകദേശം 1.5 കൊല്ലമായിട്ട് ഞാൻ പല്ലിൽ തിട്ടിട്ട് പല്ല് തേച്ചിട്ടില്ല. ഇപ്പം എഴുന്നേറ്റ് വന്നേ ഉള്ളൂ. അപ്പം ഞാൻ നല്ല ഹാപ്പിയിലാണ്. അപ്പം ഞാൻ ഈ വീഡിയോയിൽ എനിക്ക് ഇതിട്ടിട്ടുള്ള എനിക്ക് വന്ന മാറ്റങ്ങളും എനിക്കുള്ള എക്സ്പീരിയൻസ് ഷെയർ ചെയ്തിട്ടുള്ളൊരു വീഡിയോ ആണിത്. അപ്പം ഞാനിപ്പോൾ ആക്ച്വലി ഇത് കഴിച്ചിട്ടില്ല. ഇതാ നല്ല ലെവലായി വന്നിട്ടുണ്ട്. അപ്പം ഇനി ഒരു മണിക്കൂറും കൂടി വെയിറ്റ് ചെയ്യുന്നതായിട്ടാണ്. ഇപ്പം ഞാൻ വീട്ടിലുള്ളത്. ഇനിയും ഇപ്പോൾ 10 മണി ആയിട്ടുള്ളൂ. ഒരു 11 മണിയൊക്കെ ആകുമ്പോൾ ഇത് കഴിക്കുക. അപ്പം അത് കഴിഞ്ഞിട്ടുള്ള എൻ്റെ എക്സ്പീരിയൻസും എനിക്ക് വന്ന മാറ്റങ്ങളൊക്കെ ഷെയർ ചെയ്ത് ഞാൻ വീഡിയോ ഇടുന്നതായിരിക്കും. അപ്പം ഞാൻ കഴിച്ചിട്ട് വരട്ടെ. അങ്ങനെ ഗൈസ്, ഇതാണ് എൻ്റെ ഫൈനൽ റിസൾട്ട്. അപ്പം ഞാൻ ഇപ്പോൾ കഴിച്ച് വന്നിട്ടുണ്ട്. അപ്പം എന്താ ടീത്ത് നല്ല സ്ട്രെയിറ്റ് ആയിട്ടുണ്ട്, നല്ല സ്മൈലൊക്കെ വന്ന് നല്ല കറക്റ്റായി വന്നിട്ടുണ്ട്. അപ്പം ഇത് ഇടുമ്പോൾ അത്ര പെയിൻ ഉണ്ടായിരുന്നു, പക്ഷെ അഴിക്കുമ്പോൾ നല്ല പെയിൻ ഉണ്ടായിരുന്നു. അത്യാവശ്യം ക്ലീനൊക്കെ ചെയ്യുമ്പോൾ എന്തോ കല്ലെടുത്ത് പല്ലിൽ വെച്ച മാതിരി ഉണ്ടായിരുന്നു. അപ്പം അതൊക്കെ വെച്ച് നോക്കുമ്പം പെയിൻ ഈസ് ബ്യൂട്ടി എന്നല്ല. അപ്പം ആ പെയിനൊക്കെ മറന്ന് നല്ല ക്യൂട്ടായി വന്നിട്ടുണ്ട്. എനിക്ക് ഫൈനൽ റിസൾട്ട് ഇഷ്ടപ്പെട്ടു. നെക്സ്റ്റ് ഇത് കഴിഞ്ഞൊരു റീറ്റൈനർ എന്ന് പറഞ്ഞൊരു സാധനം ഇടണം. ഞാൻ സെലക്ട് ചെയ്തത് പ്ലാസ്റ്റിക് ആയിട്ടുള്ള റിട്ടൈനേഴ്സാണ്, പ്ലാസ്റ്റിക് ടൈപ്പ്. അതാകുമ്പം അത്ര പെയിൻ ഇല്ല. മറ്റേത് മെറ്റലാകുമ്പം അത് നല്ല പെയിൻ ഉണ്ട്. അത്യാവശ്യം സംസാരിക്കാൻ പറ്റത്തില്ല, അത്യാവശ്യം ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ഞാനത് സെലക്ട് ചെയ്തില്ല. പകരം ഞാൻ പ്ലാസ്റ്റിക് ക്ലിയർ റിട്ടൈനേഴ്സ് സെലക്ട് ചെയ്തു. അപ്പം ഇത് അയച്ചത് ഇന്നാണ്. ഇനി റിട്ടേണേഴ്സിൻ്റെ അളവെടുത്തിട്ട് അത് ഒരു 2-3 ഡേയ്സ് കഴിഞ്ഞിട്ട് അത് കിട്ടും. അപ്പം അതിനുള്ള ചെറിയ മാറ്റങ്ങളൊക്കെ പല്ലിന് വരുമായിരിക്കും. കാരണം ഇത്രയും നാളൊരു ഫോഴ്സ് നമ്മുടെ പല്ലിന് കിട്ടിയിരുന്നില്ല. അപ്പോൾ പെട്ടെന്ന് ആ ഫോഴ്സ് പോകുമ്പോൾ പല്ല് ഷിഫ്റ്റ് ചെയ്ത് പഴയ പോലെ ആവാൻ സാധ്യതയുണ്ട്. അപ്പം നിങ്ങൾ റിട്ടേണേഴ്സ് കിട്ടിയാൽ നിങ്ങളത് കറക്റ്റായിട്ട് ഏകദേശം 1 കൊല്ലത്തോളം ഇടാൻ ശ്രമിക്കുക. 1 കൊല്ലം മീൻസ് 6 മാസം ഫുൾ ടൈം ഇടാം. ഫുഡ് കഴിക്കുമ്പോൾ ഒരു വെച്ചിട്ടും, പിന്നെ അത് കഴിഞ്ഞ് നൈറ്റ് ആകുമ്പോൾ അത് കഴിഞ്ഞ് 6 മാസം കഴിഞ്ഞാൽ നൈറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യാം. നിങ്ങൾക്ക് വേണമെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫുള്ള് ഇടാൻ പറ്റുമെങ്കിൽ ഇടാം. പക്ഷെ കൂടുതൽ നല്ലത് ഫുള്ളായിട്ടുള്ളത്. അങ്ങനെ നമ്മുടെ പല്ല് ഷിഫ്റ്റ് ചെയ്യുന്നത് നമുക്ക് തടയാം. അല്ലെങ്കിൽ റിട്ടേണേഴ്സ് ഇട്ടിട്ടില്ലെങ്കിൽ എന്തായാലും നമ്മുടെ പഴയ പോലെ നമ്മുടെ പല്ലാകത്ത് തന്നെയായിരിക്കും. അതുകൊണ്ട് റിട്ടേണേഴ്സ് ഇടാൻ ശ്രദ്ധിക്കുക. അപ്പം ഇനി 2-3 ദിവസം കൂടി ഞാൻ വെയിറ്റ് ചെയ്യണം റിട്ടേണേഴ്സ് കിട്ടാൻ. അപ്പം അതിനുള്ളിൽ പല്ലിന് എന്തെങ്കിലും മാറ്റം വരുമോ എന്നൊരു പേടിയുണ്ട് എനിക്ക്. എന്നാലും കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്യാം. ഇപ്പം പല്ല് നല്ലോണം ഉള്ളിൽ പോയിട്ടുണ്ട്. അത്യാവശ്യം കണ്ടോ, നല്ലോണം ഉള്ളിൽ പോയിട്ടുണ്ടായിരുന്നു. ഇപ്പം ഈ റിട്ടേണേഴ്സ് കിട്ടുന്നതിൻ്റെ ആ ഒരു ഡേയ്സിനുള്ളിൽ പല്ലൊന്ന് കറക്റ്റായി വരുമായിരിക്കും. ഉള്ളിൽ ചെറിയൊരു ഉന്ത് വന്നിട്ട് ഇപ്പം ഞാൻ സംസാരിക്കുമ്പോൾ പല്ല് കാണില്ല എന്നൊക്കെ പറയണേ. എനിക്ക് കുഴപ്പമൊന്നും തോന്നില്ല, എനിക്കിഷ്ടപ്പെട്ടു ഈ ഫൈനൽ റിസൾട്ട്. അപ്പം റിട്ടേണേഴ്സ് ഇട്ടാൽ ചെറിയൊരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവുമെന്നൊക്കെ ഞാൻ കേട്ടിന്. ഫുഡ് കഴിക്കുമ്പോൾ ഇപ്പം നമ്മൾ സ്കൂളിൽ നിന്നൊക്കെ ഫുഡ് കഴിക്കുമ്പോൾ അത് അയച്ചൊക്കെ അങ്ങനത്തെ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. അതൊക്കെ ഒന്ന് സഹിച്ചിട്ട് വേണം റിട്ടേണേഴ്സൊക്കെ ഇടാൻ. കുറേ കാലമായല്ലോ ബ്രഷൊക്കെ ചെയ്തിട്ട്. അപ്പം അതുകൊണ്ട് തന്നെ പല്ല് നല്ല മഞ്ഞ കളറായിട്ടുണ്ട്. ഈ ക്ലിപ്പ് വെച്ച് വന്നവിടെ എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല മഞ്ഞ കളറായിട്ട്. പക്ഷെ ഞാൻ ബ്രഷ് ചെയ്ത് നോക്കുമ്പോൾ മിററിൽ നോക്കുമ്പോൾ നല്ല മഞ്ഞ കളറായിട്ടുണ്ട്. അപ്പം അത് ചെറിയൊരു അത് അഡ്ജസ്റ്റ് ചെയ്ത മഞ്ഞളും ബേക്കിംഗ് സോഡ അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ അരച്ചുണ്ടാക്കി പല്ല് തേച്ചാൽ അത് മാറുന്നതായിരിക്കും. അപ്പം അതുകൊണ്ട് അത്ര ബുദ്ധിമുട്ടില്ല. അപ്പം ഈ ബ്രേസസ് പല്ലിനെടുത്തപ്പോൾ നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു. 1.5 കൊല്ലത്തോളം എൻ്റെ പല്ലിൽ ഉണ്ടായിരുന്ന ഒരു സാധനമാണല്ലോ. അപ്പോൾ പെട്ടെന്ന് പോയപ്പം എല്ലാ പല്ലും കൂടി ഒരുമിച്ചെടുത്തൊരു ഫീലായിരുന്നു. അതുകൊണ്ട് അത് ചെറിയൊരു ബുദ്ധിമുട്ടായിട്ട് ഇപ്പോൾ ഉണ്ട്. പെട്ടെന്ന് ക്ലിപ്പ് വായിന്ന് എടുത്തോണ്ട്. പിന്നെ റീറ്റേണേഴ്സിന് എക്സ്ട്രാ പേയ്മെൻ്റ് ആണ്. ഞാൻ വിചാരിച്ചതെല്ലാം കൂടി ഒരുമിച്ചുള്ളൊരു പാക്കേജാണ്. പക്ഷേ എനിക്ക് ക്ലിപ്പിന് വേറെ റേറ്റ്, പിന്നെ ക്ലീൻ ചെയ്യണമെങ്കിൽ അതിനും വേറെ റേറ്റ് ഉണ്ടായിരുന്നു, പിന്നെ റീറ്റെയിലേഴ്സിന് വേറെ. അപ്പം എല്ലാം കൂടി കൂട്ടിയിട്ടില്ല ആദ്യം പറഞ്ഞത്. പിന്നെയും വേറെ നമ്മൾ കൊടുക്കേണ്ടി വരും. അപ്പം എനിക്ക് റീറ്റെയിലേഴ്സിന് എത്രയാ കറക്റ്റായിട്ട് എനിക്കറിയില്ല, അത് അളവെടുത്തിട്ടില്ലല്ലോ.
നമ്മൾ റീറ്റെയിനേഴ്സ് ഇടുമ്പം അതിന് അഡ്വാൻസ് ആയിട്ട് കുറച്ച് പൈസ കൊടുക്കേണ്ടി വരും. അതും കൊടുത്ത് റീറ്റെയിനേഴ്സ് കിട്ടി അത് ലാബ് കൊടുക്കുന്നതാണല്ലോ, അതുകൊണ്ടാണ് അഡ്വാൻസ് എന്നിട്ട് വാങ്ങിക്കുന്നത്. അത് കഴിഞ്ഞ് റീറ്റെയിനേഴ്സ് കിട്ടുമ്പോൾ പിന്നെയും കൊടുക്കണം. എനിക്ക് തോന്നുന്നു പ്ലാസ്റ്റിക് റീറ്റെയിനേഴ്സിന് അത്യാവശ്യം പൈസ ഉണ്ടെന്ന്, മീൻസ് ഒരു 2500 ഒതുങ്ങുന്നതാണ്. മെറ്റലാണെങ്കിൽ ഒരു 1500 അതിലൊക്കെ ഒതുങ്ങുന്നതാണ്. ഇപ്പോൾ ഓരോ ക്ലിനിക്കിലും ഓരോ പൈസയാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് കറക്റ്റായിട്ട് പറയാൻ പറ്റില്ല, ഒരു ആവറേജ് ഒക്കെ ഞാൻ പറയാം ഇന്ന പൈസയാണ്. പിന്നെ പ്ലാസ്റ്റിക് റീറ്റെയിനേഴ്സ് ആകുമ്പോൾ മെയിനായിട്ട് ശ്രദ്ധിക്കണം, വേഗം പൊട്ടിപ്പോവും. അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങൾ ശ്രദ്ധിക്കണം. ഇപ്പോൾ എവിടെയെങ്കിലും ഊരി വെക്കുമ്പം അതിനൊരു ബോക്സ് ഉണ്ടാവും, അതിനുള്ളിൽ വെക്കുക. പിന്നെ അതേപോലെ അവിടെ വലിച്ചെറിയുക, എവിടെയെങ്കിലും വെക്കുക, അതും നിങ്ങൾ ചെയ്യരുത്. കാരണം പൊട്ടിപ്പോയി അത്യാവശ്യം നല്ല റേറ്റ് ഉള്ളത് പിന്നെ നിങ്ങൾ മേക്ക് ചെയ്യുമ്പോൾ പിന്നെ അതിൻ്റെ പൈസ കൊടുക്കണം. അപ്പം അതിനൊക്കെ വെറുതെ വേണ്ടാത്ത പണിക്കൊക്കെ ഉണ്ടാകും. അതുകൊണ്ട് നല്ല സൂക്ഷിച്ച് നല്ല ക്ലീൻ ആക്കിയിട്ട് ബേക്കിംഗ് സോഡയിലോ വിനാഗിർ ഒക്കെ മിക്സ് ചെയ്ത് അതിൽ ഡിപ്പ് ചെയ്തും വാട്ടർ നല്ലോണം വാഷ് ചെയ്തോ അങ്ങനെയൊക്കെ യൂസ് ചെയ്യുക. പിന്നെ റീറ്റെയിനേഴ്സ് ഇട്ടല്ലെങ്കിൽ അധികം ചൂടുള്ളത് കഴിക്കാണ്ടൊക്കെ ശ്രദ്ധിക്കുക. കാരണം അധികം ചൂടുള്ള കഴിച്ചാൽ റീറ്റെയിനേഴ്സിന് ചിലപ്പം അതിൻ്റെ സൈസ് ഒന്ന് ചെറുതാവാൻ ഒരു സാധ്യതയുണ്ട്. അപ്പം അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക നിങ്ങൾ. അപ്പം എനിക്ക് ഇട്ട മുതൽ ഇന്ന് വരെ എനിക്ക് പറയാനുള്ളത്, അധികം പെയിൻ ഉണ്ടാവും വിചാരിച്ച് നിങ്ങളുടെ പല്ല് ഭയങ്കര മോശം അവസ്ഥയിലുള്ള, എൻ്റെ അത് വെച്ചുമ്പോൾ എൻ്റെ പല്ല് ഭയങ്കര മോശത്തിലൊന്നാണ് ഉണ്ടായിരുന്നത്. ഒരു ആവറേജ്. ഇനി ഭാവിയിൽ ഒന്നും വിചാരിച്ചിട്ടാണ് ഞാൻ ഇട്ടത്. പക്ഷെ ഇട്ടതിനെ കൊണ്ട് ഞാനിപ്പം സന്തോഷിക്കണം. കാരണം ഞാൻ അന്നേരം ക്ലിപ്പിൻ്റെ പല്ലെല്ലാം കൂടി ഇങ്ങനെയായിരിക്കും ഉണ്ടായിരുന്നത്. ഇപ്പം അത് ഇട്ടുകൊണ്ട് പല്ല് നല്ല ഉള്ളിലായിട്ട് നല്ല ഇതായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഭയങ്കര പെയിൻ ഉണ്ടാവും, അങ്ങനെ ഉണ്ടോ ഇങ്ങനെ ഉണ്ടാവും എന്നിട്ട് ആരും ക്ലിപ്പ് ഇടാണ്ട് നിൽക്കരുത്. നിങ്ങൾ അത്യാവശ്യം നല്ല ക്ലിനിക്കിൽ പോയിട്ട് നിങ്ങൾ പൈസ ഇല്ല, പൈസ കുറവാ, ഏറ്റവും ചീപ്പായിട്ടുള്ള ഇത് സെലക്ട് ചെയ്യാം, അങ്ങനൊന്നും നിങ്ങൾ ചെയ്യരുത്. നിങ്ങൾ ഏറ്റവും ഹൈ റേറ്റ് ആയിട്ടുള്ള നല്ല ക്വാളിറ്റി ഉള്ള ക്ലിപ്പ് തന്നെ ഇടുക. അല്ലെങ്കിൽ ഭാവിയിൽ നിങ്ങളുടെ പല്ലിന് ദോഷം ചെയ്യും, പല്ല് വേഗം ഷിഫ്റ്റ് ആവുന്നു. അതുകൊണ്ട് നല്ല ക്ലിപ്പ് തന്നെ ഇടുക, ശ്രദ്ധിക്കുക. നല്ല ചീപ്പായിട്ടുള്ള അല്ലാതെ നല്ല ക്വാളിറ്റി ഉള്ളത്. ഈ വീഡിയോസിൽ ഞാൻ അധികം കാര്യങ്ങളൊന്നും ഉൾപ്പെടുത്തിയിട്ടില്ല, ഇത്ര കാര്യങ്ങൾ ഉൾപ്പെടുത്തിയുള്ളൂ. ഇനി എനിക്കിൻ്റെ എക്സ്പീരിയൻസ് എന്തൊക്കെ ചെയ്യണം അതൊക്കെ പറഞ്ഞാൽ വേറൊരു വീഡിയോ തന്നെയായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് കാണുന്നത് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ബെല്ലൈക്കൺ നിൽക്കണം, എന്നാലും നിങ്ങൾക്ക് ആ വീഡിയോൻ്റെ നോട്ടിഫിക്കേഷൻ വരും. അപ്പം ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.